ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് സ്കൂൾ ഷോപ്പിംഗ് പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ലുലു മാളിലേക്കാണ് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല തിരക്കാണ് ഫ്രണ്ട്സ്, നല്ല ബ്ലോക്കാണ് പാർക്കിങ്ങിൽ. എന്നാലും നമ്മൾ അവിടെയല്ലേ ഇപ്പോൾ വന്നത്, അപ്പോൾ അവിടെ തന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പാർക്കിങ്ങിൽ അവിടെ ബ്ലോക്കിൽ പോയിട്ട് കുറച്ച് നേരം എന്നിട്ടാണ് പാർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ മേലേക്ക് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ അടുത്ത് നമ്മൾ എന്താ വാങ്ങാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഓരോ കടയിൽ നിന്ന് വാങ്ങുന്നത് ഈ വർഷം എല്ലാം കൂടി ചേർത്ത് ലുലു മാളിൽ നിന്ന് തന്നെ സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ബാഗ് വാങ്ങിച്ചു, ബാഗ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾക്ക് ലുലു മാളിൽ നിന്ന് വാങ്ങാം. അപ്പോൾ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാം ഫ്രണ്ട്സ്. ഇല്ലാത്തതൊക്കെ നമുക്ക് വേറൊരു കടയിൽ പോയിട്ട് വാങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ പാർട്ട് 3 കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ പെന്ന് നോക്കിയിട്ടൊക്കെ ജെൽ പെന്നാണ്, ഒന്നും സാധാ പെന്നില്ല. തരുന്ന അവസാനം ഒരു പെന്നെടുത്തു, അതിൽ 5 പെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത് നമുക്ക് തൽക്കാലത്തിന് മതി പറഞ്ഞിട്ട് എടുത്തു. പിന്നെ കുഞ്ഞിനെ റബ്ബർ വേണം പറഞ്ഞു, പക്ഷെ ആ റബ്ബറൊന്നും നല്ല വിലയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ മോഡൽ റബ്ബർ എടുത്തു. പിന്നെ പെൻസിലും എടുത്തിട്ടുണ്ടായിരുന്നു 2 അപ്സരൻ്റെ. അതിൻ്റെ കൂടെ തന്നെ റബ്ബറും കട്ടറൊക്കെ ആയതുകൊണ്ട് അതിന് 100ൻ്റെ മേലെ ഉണ്ടായിരുന്നു. പിന്നെ സ്കെയിലൊക്കെ നോക്കി, ഏത് ഞങ്ങൾക്ക് പറ്റില്ല. ചിലതൊക്കെ നല്ല വലുത് മീഡിയം സൈസിലുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ തരുന്ന സ്കെയിലിട്ടു. ഇവിടുത്തെ ബോക്സ് ഏതും കുഞ്ഞാനിക്ക് പറ്റുള്ള ഒക്കെ ബോയ്സിൻ്റെ കാറ് പോലത്തെയൊക്കെയാണ്. പിന്നെ എനിക്കിതൊന്നും പറ്റൂല. പിന്നെ ഞാൻ പൗച്ച് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കുഞ്ഞാനിക്കിത് പറ്റില്ല. നമ്പറുള്ള താക്കോല് കൊണ്ടുള്ള ബോക്സാണ് വേണ്ടി പറഞ്ഞിട്ടാണ് വാഷ് ചെയ്യാൻ. അപ്പം എല്ലാം നോക്കി, ഒന്നും അതിന് പറ്റില്ല. ഈ പൗച്ചൊന്നും എനിക്ക് പറ്റില്ല. ഇത് ഉള്ളിൽ കുറേ സിബൊക്കെ ആയിട്ട് അത് രസം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ബോക്സൊക്കെ വേറെ കടയിൽ നിന്ന് വാങ്ങാൻ വിചാരിച്ചു. ബാക്കിയുള്ളതൊക്കെ വാങ്ങി. അപ്പോൾ ബോക്സും പിന്നെ കുറച്ച് പെന്നും പെൻസിലും ഇവിടുന്ന് വാങ്ങി. എന്നാലും കുറച്ചും കൂടെ. പിന്നെ ഇവിടെ കളർ നോക്കുമായിരുന്നു. കുഞ്ഞാനെ പെൻസിൽ മതി പറയും, പിന്നെ ക്രയോൺസ് എടുത്തോ പറഞ്ഞാൽ ക്രയോൺസ് വേണ്ട പറയും. അങ്ങനെ അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് അവസാനം ഒരു കളർ എടുത്തു ഫ്രണ്ട്സ്. ഞാൻ പെൻസിലിൻ്റെ എടുത്തു, കുഞ്ഞാനെ അത് വാക്സ് ക്രയോൺസ് എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കളർ എടുത്തു. പിന്നെ ഇവൻ ഓരോ മോഡൽ വേണം പറഞ്ഞു. ഇവിടെ പിങ്ക് കളറൊക്കെ എടുക്കാൻ പറഞ്ഞാൽ പിങ്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ സാധാ കളർ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ്, ഇട്ടാലും നല്ല രസം ഉണ്ടാവുള്ളൂ അത് വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞനെ വേറെ കാട്ടി, അതൊന്നും രസം ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നതൊക്കെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ ആയിരുന്നു, അതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല ഗൈസ്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ബുക്കാണ്. എനിക്ക് ലോങ് സൈസും പിന്നെ ചെറിയ ചെറിയ നോട്ടുകളും. സ്കൂളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് കിട്ടും, നോട്ട് ബുക്ക് നമ്മൾ തന്നെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇവിടെ ഏത് നോട്ട് ബുക്കും കിട്ടുള്ള എല്ലാം വരിയിട്ട നോട്ട് ബുക്കൊക്കെ ഇവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോങ് സൈസ് ഒരു നോട്ട് എടുത്തു. പിന്നെ റഫ് നോട്ടിനും പറ്റിയതൊന്നുമില്ല, ഫുള്ള് കഥ ബുക്ക് പോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലഞ്ച് ബോക്സ് ആയിരുന്നു കുഞ്ഞാനിക്കൊരു 1/2 മണിക്കൂർ നോക്കിയത്. അവനേതും പറ്റുള്ള എന്നും പറയുന്നുണ്ട്. പിന്നെ അവനക്ക് ഓരോന്ന് നല്ലത് കിട്ടണം, അവന് തുറക്കാൻ കിട്ടുള്ള എന്നൊക്കെ പറഞ്ഞിട്ടും. അപ്പോൾ അവസാനം നമ്മൾ ഈ ലഞ്ച് ബോക്സ് എടുത്തിട്ട് ഈ ഒരു സ്കൂൾ ഷോപ്പിംഗ് പറഞ്ഞിട്ടുള്ളൊരു എഴുതിയൊരു ബസ് പോലത്തേൽ നമ്മൾ പൗച്ചൊക്കെ നോക്കി. അതിലും എല്ലാം വലിയ വലിയ ബോക്സാണ് പൗച്ചൊക്കെയാണ് ഫ്രണ്ട്സ്. അതൊന്നും നമുക്ക് വേണ്ട, ഇത്രയൊന്നും വലുതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ കയ്യിലത്തെ ഒന്നും കുഞ്ഞാനിക്ക് പറ്റില്ല. പിന്നെ അതൊന്നും രസം ഉണ്ടായിരുന്നില്ല കാണാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു സ്കൂൾ ബസ് പോലത്തേലാണ് 500 രൂപേൻ്റെ ബോക്സൊക്കെ ഓഫർ. പക്ഷേ ഇതിലെല്ലാം 250 ആണ്, 50% ഓഫർ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ കാട്ടുന്ന ബോക്സ് തന്നെ ഈ 10 ഉണ്ടാവും. പക്ഷെ ഇവിടെ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇങ്ങനത്തെ ഒന്നും വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, എന്തായാലും യൂസ് ഇല്ല ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല അടിപൊളി മോഡൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു വർഷം കൂടെ യൂസ് ചെയ്യാൻ. കുഞ്ഞാനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം തന്നെ അവൻ എത്ര ബോക്സ് വാങ്ങിച്ചെന്നറിയാം ഫ്രണ്ട്സ്. അവസാനം പെന്ന് തന്നെ ഫുള്ള് ജെൽ പെന്നായിരുന്നു. ഒന്നും സാധാ എഴുതുന്ന ബ്ലൂ പെന്ന് ഉണ്ടായിരുന്നില്ല. ബ്ലാക്കും ബ്ലൂ ഒക്കെ ജെൽ പെന്നായിരുന്നു ഉള്ളത്. പിന്നെ ഒക്കെ വലിയ ഒച്ചയ്ക്കുള്ളൊരു പെന്നായിട്ടൊക്കെയാണ്. അതൊന്നും നമുക്ക് പിന്നെ ആവശ്യമില്ല സ്കൂളിലേക്ക് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ കുറേ തരഞ്ഞു പെന്ന്. എന്നിട്ട് നമുക്ക് ആകെ ഒരു പാക്കേജ് കുറച്ചേ കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു റബ്ബർ കണ്ടപ്പോൾ കുഞ്ഞാനെ വേഗം എടുത്ത് വേണം പറഞ്ഞു. പക്ഷേ അതിൽ റേറ്റ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ വേറെ കുറച്ച് കട്ടറൊക്കെ എടുത്തു. ഞാൻ നോക്കട്ടെ പറഞ്ഞപ്പോൾ അവൻ കിട്ടില്ല. കൊളിക്കുള്ള സാധനങ്ങളൊക്കെ ഓരോ സെക്ഷനായിട്ടായിരുന്നു, ചെറുതായിട്ട് സെക്ഷന്. കുഞ്ഞാനിക്ക് ഞാൻ എല്ലാ വെറൈറ്റി ബോക്സും കാണിച്ചു കൊടുത്താൽ ഒന്നും പറ്റില്ല, ലോക്കുള്ള ബോക്സ് തന്നെ വേണം പറഞ്ഞു. എത്ര കാണിച്ചിട്ട് പറ്റില്ല. പിന്നെ ഇവിടെയുള്ള ബോക്സൊക്കെ 200 രൂപേൻ്റെ മേലെയാണ്. എന്നിട്ടോ എനിക്ക് കുറേ കാണിച്ചു കൊടുത്തിട്ട് പോലും പറ്റില്ല. അവസാനം ഞങ്ങൾ വേറെ കടയിൽ പോയി വാങ്ങാൻ വേണ്ടിയിട്ട് ബോക്സും പൗച്ചൊന്നും വാങ്ങിച്ചില്ല. സ്കൂൾ തിരക്കും സൺഡേ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഫ്രണ്ട്സ്. നമുക്ക് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, ഇത്രയേ വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാട്ടാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ബൈ.